നമസ്കാരം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എത്രത്തോളം കരുതാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചും തന്നെയാണ് ഒരു കെയർ ഗീവർ ജോലിയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മേൽനോട്ടം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്ന ഓരോ ഗുളികയെക്കുറിച്ചും മക്കൾ എന്ന രീതിയിൽ അതെത്ര ക്വാണ്ടിറ്റി, രാവിലെ എത്ര, വൈകിട്ട് എത്ര, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്തൊക്കെയാണ്, രോഗത്തിൻ്റെ വേരിയേഷൻസ് എന്താണ്, ഇതൊക്കെ മക്കൾ എന്ന രീതിയിൽ നമ്മൾ അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വീട്ടിലേക്ക് കെയർ ഗീവർ ജോലിയിലേക്ക് കയറുന്ന നിമിഷം മുതൽ നമ്മളെ ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിക്കുന്ന ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഓരോ മരുന്നുകളും മെഡിസിനും അതിൻ്റെ എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൽ എത്രയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ളത്, ഇഞ്ചക്ഷൻ എന്താണ്, രോഗങ്ങൾ എന്താണ് എന്നൊക്കെ അറിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന തലത്തിലുള്ള ഒരു അവബോധം കെയർ ഗീവേഴ്സിന് ഉണ്ടാകണം എന്ന ആമുഖം പറഞ്ഞുകൊണ്ട് സംഭവത്തിലേക്ക് കടക്കുകയാണ്. ഗുളികയുടെ നിറം നോക്കിയല്ല അപ്പച്ചനും അമ്മച്ചിക്കും കൊടുക്കേണ്ടത്. ഗുളിക എന്താണ് എന്നറിഞ്ഞാണ്. പ്രഷറിനുള്ളത്, ഷുഗറിനുള്ളത്, കൊളസ്ട്രോളിനുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്കുള്ളത്, ഇതിൻ്റെ അല്ലെങ്കിൽ ഉറക്കുഗുളിക എന്താണ്, ഇതൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് എഴുതി തന്നതാണോ, രാവിലെ എത്ര, വൈകിട്ട് എത്ര, ഉച്ചയ്ക്ക് എത്ര, ഇത് കൃത്യമായിട്ട് നിങ്ങളാണ് എടുത്തു കൊടുക്കുന്നത്, നിങ്ങളുടെ കൈകൊണ്ടാണ് എടുത്തു കൊടുക്കുന്നത്. ഒരു പക്ഷേ മക്കൾ ബോക്സിൽ എടുത്തു വെച്ചിട്ടുണ്ടാകാം, ഫ്രൈഡേ ടു സാറ്റർഡേ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, ഈവനിങ് എന്ന് എടുത്തു വെച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളാണ് കൈകൊണ്ടെടുത്തു കൊടുക്കുന്നത്. മക്കൾക്ക് തെറ്റുപറ്റിയാലും, മക്കൾക്ക് ഗുളികയിൽ തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. ഒരുപക്ഷെ മക്കൾ ഗുളികയൊന്ന് മാറ്റിവെക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ടാകാം, തെറ്റുപറ്റാം. എന്നാൽ നിങ്ങളാണ് നിങ്ങളുടെ കൈകൾ കൊണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അപ്പച്ചനും അമ്മച്ചിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ വിത്ത് ദ എവിഡൻസ് ഓഫ് ദ ക്യാമറ നിങ്ങൾ പിടിക്കപ്പെടും, നിങ്ങൾ അകത്താകും, മക്കൾ കാലുവാരും. ഇത് ഒന്നാമത്തെ തലം. എന്നാൽ ചിലർ ബോധപൂർവം നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള അപ്പച്ചനെ അമ്മച്ചിയും ഉറക്കിക്കിടത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏൽപ്പിക്കുന്ന അപ്പച്ചനെ അമ്മച്ചിയും നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ജോലി ഒഴിഞ്ഞു പോയിക്കൊള്ളുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രയർ നോട്ടീസ്. അതല്ലാതെ അവരെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി, അവരുടെ ഹെൽത്ത് നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ഒരു 95 വയസ്സ് വരെയൊക്കെയുള്ള ഒരു അത്രയും ആരോഗ്യമൊക്കെ ഉള്ളൊരു മനുഷ്യനെ നിങ്ങൾ കൃത്രിമമായിട്ട് ഗുളിക കൊടുത്ത് ഉറക്കി രാവും പകലുമാക്കുന്ന അവസ്ഥയിലേക്കാക്കുമ്പോൾ ഒരു പക്ഷേ മക്കൾ സംശയിക്കണമെന്നില്ല. കാരണം മക്കൾക്ക് നിങ്ങളെ അത്രത്തോളം വിശ്വാസമായിരിക്കാം. പ്രായമായ അപ്പച്ചനല്ലേ, ക്ഷീണമുണ്ടാകും, ഉറങ്ങുന്നത് തെറ്റില്ലല്ലോ എന്നും തെറ്റിദ്ധരിക്കാം. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ വെക്കേഷന് പോകുമ്പോൾ ഏൽപ്പിക്കുന്ന കെയർ ഗീവർ അല്ലെങ്കിൽ റിലീവർ നല്ലവരാണെങ്കിൽ, ഡെഡിക്കേറ്റഡ് മൈൻഡ് ആണെങ്കിൽ ആ ഗുളികയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനകത്തൊരു മാറ്റങ്ങളൊക്കെ വരുത്തി ആ അമ്മച്ചിയെ ഒന്ന് റിക്കവർ ചെയ്തെടുത്താൽ, ആ അപ്പച്ചനെ ഒന്ന് ഓക്കെ ആക്കി എടുത്താൽ, അതായത് നിങ്ങൾ വെക്കേഷന് പോകുന്നതിന് മുന്നേ ആ അപ്പച്ചനും അമ്മച്ചിയും ഫുൾ ടൈം ഇരുന്ന് ഉറങ്ങുകയും മടിയും ലേസിനെസ്സും, നടക്കാൻ പറ്റാത്ത അവസ്ഥയും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇരിക്കെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള റിലീവർ വളരെ മിടുക്കരായിട്ട് അവരെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ മക്കൾക്ക് സംശയം തോന്നാം, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. കെയർ ഗീവറിന്റെ കയ്യിൽ ഇരുന്നപ്പോൾ ഉറങ്ങിയിരുന്ന അമ്മച്ചി റിലീവറിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഉണർന്നിരിക്കുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ ചില ടെസ്റ്റുകൾ ആ അപ്പച്ചനും അമ്മച്ചിയിലും നടത്തുമ്പോൾ ചില ഗുളികകൾ മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായ റിപ്പോർട്ട് വരികയും അതനുസരിച്ച് കെയർ ഗിവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കുവാനുള്ള സമീപനങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നമ്മൾ നമ്മുടെ അപ്പനോടും അമ്മയോടും ഇത് ചെയ്യുമോ? ഇവിടെ പല കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ ടെമ്പററി ആയിട്ടുള്ള കെയർ ഗിവേഴ്സും അല്ലെങ്കിൽ റിലീവേഴ്സും അതുപോലെ മറ്റേതര വിസകളിൽ വന്നവരൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് ജോലി ചെയ്യാൻ അവസരമുള്ളപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കാതെ എന്നാ അപ്പച്ചനെ അമ്മച്ചി അങ്ങോട്ട് ഉറക്കി കിടത്തിയിട്ട് പുറത്തു പോകാം,
അല്ലെങ്കിൽ ഫോൺ ചെയ്യാം, മടി പിടിച്ചിരിക്കാം, പണി ചെയ്യാതിരിക്കാം എന്നിങ്ങനെയുള്ള കുറുക്കന്റെ ബുദ്ധിയിൽ ഉള്ളവര് ദയവ് ചെയ്ത് വരാതിരിക്കുക. എത്ര അവയർനെസ് നൽകിയാലും ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നത് സത്യമായ കാര്യമാണ്. ഇവിടെ പരാതിയുണ്ടല്ലോ, റിലീവേഴ്സ് ജോലി തട്ടിയെടുക്കുന്നുവെന്ന്. റിലീവേഴ്സ് ജോലി തട്ടിയെടുക്കുന്നതിന്റെ പിന്നിൽ തട്ടിയെടുക്കലല്ല, കെയർ ഗീവേഴ്സ് പലപ്പോഴും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പച്ചന്റെ അമ്മച്ചിയുടെ മക്കൾ ആഴ്ചകളിൽ ഒന്നേ വരൂ എന്ന ലൂപ്പ് ഹോൾ മനസ്സിലാക്കി മറ്റ് സമയങ്ങളിൽ അമ്മച്ചിയെ അപ്പച്ചനെ അങ്ങോട്ട് ഉറക്കി കിടത്തി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിനൊരു തട വരുന്നത് നല്ല റിലീവർ ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ, അറിവുള്ള റിലീവർ ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ, ജോലിക്ക് കയറുമ്പോൾ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തുകൊണ്ട് അതിന്റെ പുറകെ അന്വേഷിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ റൂമുകൾ പരിശോധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ നിങ്ങളുടെ മുറിയൊക്കെ ഒന്ന് അടുക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള മരുന്നുകളും മെഡിസിനും മാത്രമേ നിങ്ങളുടെ മുറി കാണാവുള്ളൂ. അതുപോലെ തന്നെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള മരുന്നുകളെ കൊടുക്കാനും പാടുള്ളൂ. അതല്ലാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള മെഡിക്കൽ ചെക്കപ്പ് കലാപരിപാടികൾ ചെയ്യാൻ മക്കൾ ഒരുമ്പെട്ടാൽ നാട്ടിൽ പോയ കെയർ ഗീവർ വീട്ടിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന കെയർ ഗീവർ ഇവിടെയുള്ള ജയിലിലേക്കും പോകേണ്ടി വരും. എന്തിനാണ് അങ്ങനൊരു അവസരം ഉണ്ടാക്കുന്നത്? ദയവ് ചെയ്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുവാൻ വേണ്ടിയുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പെട്ടു നിൽക്കുന്നവർ അവരുടെ ഏജൻസിയുടെ നിലപാടെന്താണ്, പോലീസിന്റെ നിലപാടെന്താണ്, കംപ്ലൈന്റ് കൊടുത്ത ഫാമിലിയുടെ നിലപാടെന്താണ് എന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ നമുക്ക് വേണം. അതറിഞ്ഞതിന് ശേഷം ഇങ്ങനെ അപ്പച്ചനെ അമ്മച്ചി ഉറക്കിക്കിടത്തി അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന്, ഓഫ് കോഴ്സ് ജയിലിൽ പോകേണ്ടി വരും, ക്രിമിനൽ കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടി വരും എന്നതിനേക്കാൾ ഉപരി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു വിശദ വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് ചില വാദികൾ മുന്നോട്ട് വരാം. മക്കളെ, നിങ്ങൾക്ക് അതങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ ഇത് പറയുന്നത്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ആവർത്തിക്കപ്പെടാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഒരു കെയർ ഗീവർ വരേണ്ടത് എന്നുള്ളതാണ്. കാരണം ഞാനും ഒരു കെയർ ഗീവറാണ്. ചില സമയത്ത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ചില ജോലികൾ റിപ്പീറ്റഡ് ചെയ്യേണ്ടി വരാം. മുഖഭാവങ്ങൾ മാറിയാൽ തിരിച്ചറിയാവുന്നവരല്ലേ? നമ്മളെക്കാട്ടിൽ എത്രയോ ഓണം ഇസ്രായേലിൽ ഇല്ലെങ്കിലും എത്രയോ കാര്യങ്ങൾ ഇവിടെ അവര് ചെയ്തിട്ടാണ് അവർ പ്രായത്തിലിരിക്കുന്നത്. ആ ഒരു ചിന്തയിലെങ്കിലും ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുക. പുതിയ പിള്ളേരിലേക്കും പഴയ ആളിലേക്കും ഇപ്പം ജോലി ചെയ്യുന്നവരിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തേക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കും കെയർ ഗീവർ ആകാൻ ഏത് ഏജൻസി പോയവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങും പ്രീ ട്രെയിനിങ്ങും അതുപോലെ നമ്മുടെ അസിസ്റ്റൻസിലുള്ള കെയർ ഗീവർ ട്രെയിനിങ്ങും ജോബ് ഓർഡർ, വിസ ക്ലാസ്, എംബസി ക്ലാസ് ഇവയെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജയം കെയർ ഗീവേഴ്സ് മുന്നോട്ട് പോകുന്നു. അതുപോലെ ജയം കെയർ ഗീവറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ജയം കെയർ ഗീവർ അസിസ്റ്റൻസ്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.